ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫോണിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ജനപ്രീതി ആർജിച്ച ഫോൺ നിർമ്മാതാക്കളായ റെഡ്മി ഈ അടുത്തയിടെ ഇറക്കിയ 5G ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് റെഡ്മി A4. അണ്ടർ 10Kയിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു 5G ഫോണാണിത്. ഇതിൽ നല്ല ഹാർഡ്വെയറും അതുപോലെ ഒരുപാട് നല്ല ഫീച്ചേഴ്സുമാണ് ഉള്ളത്. ഞങ്ങൾ ഈ ഫോൺ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണാം. രണ്ട് കളറിലാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. സ്പാർക്കിൾ പർപ്പിൾ കളറും സ്റ്റാറി ബ്ലാക്ക് കളറും. ഞങ്ങൾ പർച്ചേസ് ചെയ്തത് സ്പാർക്കിൾ പർപ്പിൾ കളറിലാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് നമുക്ക് പറയാം. ഡിസ്പ്ലേയുടെ മുകളിൽ ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. HD+LCD ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ലാർജ് 17.47 cm സൈസാണ് ഡിസ്പ്ലേക്കുള്ളത്. ഇനി 120 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിലും നന്നായി നമുക്ക് കാണാൻ സാധിക്കും. മാക്സിമം 600 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 214 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സഹിതമാണ്. അതേപോലെ TUV ട്രിപ്പിൾ സർട്ടിഫൈഡ് ഐ കെയർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ കണ്ണിന് നമുക്ക് ഒട്ടും സ്ട്രെയിനും ഉണ്ടാവുന്നില്ല. അടുത്തതായിട്ട് എൻ്റെ ചിപ്സെറ്റിനെ കുറിച്ച് പറയാം. Android 14 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ HyperOS ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 4S Gen 2 5G പ്രോസസ്സറാണ് ഇതിലുള്ളത്. 4GB റാം അത് 8GB വരെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ സ്റ്റോറേജ് 64GB 128GB ഇങ്ങനെ രണ്ട് വേരിയൻറ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഫാസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡ് മൗണ്ടഡ് ആയി കൊടുത്തിട്ടുമുണ്ട്. അടുത്തത് ബാറ്ററിയെക്കുറിച്ചാണ് പറയുന്നത്. 5160 mAh ബാറ്ററിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം വരെ ഫുൾ ചാർജ് ഇതിന് നിൽക്കും. ഇനി 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. എന്നാൽ 33 വോൾട്ടിൻ്റെ ചാർജറാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. Type-C ചാർജിങ് പോർട്ടാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ശരിക്കും ഈ ഫോണിന് 8500 രൂപയുടെ വിലയാണ് ഉള്ളത്. എന്നാൽ ഇതിൻ്റെ ചാർജറിന് തന്നെ 2000 രൂപയുടെ വാല്യൂ ഉണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ബാക്കിൽ 50 പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫ്രണ്ടിൽ വെറും 5 MP ക്യാമറ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നൈറ്റ് സെൻസറിങ്ങും ഇതിനുണ്ട്. ഇനി ഫുൾ HDയിൽ 13 ഫ്രെയിം/സെക്കൻഡ് വീഡിയോ വരെ നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കും. ഇതിലെടുത്തിരിക്കുന്ന വീഡിയോസും ചിത്രങ്ങളും ഒക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതാണ്. അടുത്തതായി ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 64GB 128GB സ്റ്റോറേജ് ഫോണിലുള്ളതെങ്കിലും 1 TB വരെ സ്റ്റോറേജ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനായി തന്നെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 4G ആൻഡ് 5G SA നെറ്റ്വർക്ക് ഇതിൽ സപ്പോർട്ടീവാണ്. എന്നാൽ 5G NSA ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. എനിക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനാണ്. വളരെ നല്ല പ്രീമിയം ലുക്കുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് ഗ്ലാസ് ബോഡിയാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല. സ്റ്റാൻഡലോൺ ആർക്കിടെക്ചർ, നോൺ സ്റ്റാൻഡലോൺ ആർക്കിടെക്ചർ, ജിയോ നെറ്റ്വർക്ക് സ്റ്റാൻഡലോൺ ആണ്. ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് നന്നായി 5G ഇതിൽ ലഭിക്കും. എന്നാൽ എയർടെൽ പോലെയുള്ള സിമ്മിൽ 5G ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. ഇനി സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്യുവൽ സ്പീക്കർ അല്ല, മോണോ സ്പീക്കറാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.